അപ്പോൾ അതെ ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ നാട് വിട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കൊതി, പിസയും പാസ്റ്റൊക്കെ കഴിച്ച് മതിയായി. അപ്പോൾ ഒരു ചെറിയൊരു കൊതി, കുറച്ച് എരിവും പൊടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നേക്കാം കേട്ടോ. അപ്പോൾ നല്ല മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്ത പ്രകാരം മട്ടൻ ബിരിയാണി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തന്തൂരി, അതുപോലെ നല്ല നാൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ല. സുലൈമാനി ഓക്കെ ആയിക്കോട്ടെ. ഇന്ത്യ റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ മനസ്സമാധാനമാണ്. നമ്മുടെ നാടിൻ്റെ മണമൊക്കെ വരും, മസാല മണമൊക്കെ അതാണ്. ഓക്കെ. അപ്പോൾ ഇറ്റലിയിലൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് റോമിലൊക്കെ വരുമ്പോൾ ഭക്ഷണ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട. ഇന്ത്യൻ ടേസ്റ്റിലുള്ള ഫുഡുകൾ കിട്ടും. ചായ ആയിരുന്നാലും എല്ലാ സംഭവങ്ങളും കിട്ടും. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. റോമിൻ്റെ ഭംഗി കണ്ട് റോമിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രുചി വൈവിധ്യങ്ങളൊക്കെ ആസ്വദിച്ച്, അതായത് ഇറ്റാലിയൻ ഫുഡും ഇന്ത്യൻ ഫുഡും പിന്നെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകാം. ഭക്ഷണകാര്യം പേടിച്ചിട്ട് ആരും വരാതിരിക്കേണ്ട, അതാണ്. മട്ടൻ ബിരിയാണി, തന്തൂരി ചിക്കൻ, അതുപോലെ തന്നെ നാൻ, ദാല്, സുലൈമാനി എല്ലാം നല്ലതായിരുന്നു. ഗാന്ധി 2 എന്നാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഹലാൽ ഫുഡാണ്, ജെയിൻ ഫുഡ് അവൈലബിൾ ആണ്. പിന്നെ പക്ക നോർത്ത് ഇന്ത്യൻ, ബീഫ് ഐറ്റംസ് ഒന്നുമില്ല, ചിക്കനും മട്ടനൊക്കെ ഉണ്ട്. പിന്നെ ഈ ബസ് പിടിച്ച റൂമിലേക്ക് പോകണം. തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. നൈം വാ.